ഹായ്, എല്ലാവർക്കും ഷെഫ് ഗ്രീനറിയിലോട്ട് സ്വാഗതം. ഇപ്പോൾ റംബൂട്ടാൻ്റെ സീസണല്ലേ, നമുക്ക് റംബൂട്ടാൻ ഉപയോഗിച്ച് ഒരു അച്ചാർ ഉണ്ടാക്കിയാലോ. ഇത് നമ്മുടെ വീട്ടിൽ നിന്നും പറിച്ച റംബൂട്ടാനാണ്, നല്ല ഫ്രഷ് റംബൂട്ടാനാണ്. നമുക്ക് ഇതുകൊണ്ടൊരു അച്ചാർ ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ റംബൂട്ടാൻ്റെ തൊലിയൊക്കെ ഇതുപോലെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇപ്പം ഞാൻ ഈ റംബൂട്ടാൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് കുറച്ചധികം വെളുത്തുള്ളി ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പച്ചമുളക്, 3 ടീസ്പൂൺ മുളക് പൊടി എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അച്ചാർ ഉണ്ടാക്കാൻ എപ്പോഴും നല്ലെണ്ണയാണ് നല്ലത്. എണ്ണ നന്നായി ചൂടായപ്പോൾ അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വന്നപ്പോൾ ഉലുവ ഇട്ട് കൊടുത്തു. അതിനുശേഷം വെളുത്തുള്ളി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം നമുക്ക്. അതിനുശേഷം ഒന്ന് വഴന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുത്ത് രണ്ടിൻ്റെയും കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ വേപ്പിലയും പച്ചമുളകും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കത് എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും ഇട്ട് ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിനകത്തേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത്. ഈ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വന്ന പരുവത്തിന് അതിനകത്തേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം, കായംപൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് അല്പം ചൊറുക്ക കൂടി ചേർത്ത് ഇതൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഈ നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്ന റംബൂട്ടാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. റംബൂട്ടാൻ ഇട്ട് കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് മാത്രം ഒന്ന് തിളച്ചാൽ മതി. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിതുപോലത്തെ ഒരു ചില്ല് കുപ്പിയിലേക്ക് പകർത്തി വയ്ക്കാം. റംബൂട്ടാൻ അച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റാണ്. എരിവും പുളിയും ഉപ്പും മധുരവും എല്ലാം കൂടിയിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ, അത്ര രുചിയാണ്. താങ്ക് യു.